സാറേ സാറ് തിരക്കിലാണോ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അതോ സാർ എന്താ സാറിൻ്റെ പേപ്പറിന് പറ്റിയേ? എനിക്കെന്താ എത്ര കുറച്ച് മാർക്കായി പോയേ? ഞാൻ എത്രയാ എഴുതിയത്? 1 മാർക്കിന് ഞാൻ എത്ര എഴുതിയെന്ന് നോക്കി. അതുപോലെ തന്നെ 4 മാർക്കിൻ്റെ 5 പേജ് എഴുതിയിട്ടുണ്ട് സാറേ. ഞാൻ ഇത്രയൊക്കെ എഴുതിയിട്ട് എനിക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ. എന്താ സാർ മാർക്ക് കുറഞ്ഞേ? പിന്നെ എന്താ നോക്കാൻ 5 മാർക്ക് 4 മാർക്കിൻ്റെ എത്ര എഴുതി? ഇത്രയൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ 6 മാർക്കിൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റാഞ്ഞ് 1.5 മണിക്കൂറുള്ളായിരുന്നു സാർ. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മാർക്കെങ്കിലും കൂട്ടിത്തരുമോ? ഈ മാർക്കും കൊണ്ട് ഞാൻ ചെന്നാലേ എൻ്റെ അമ്മ എന്നെ കൊല്ലും, എൻ്റെ അച്ഛൻ്റെ തലമണ്ട കുത്തി പൊട്ടിക്കും. മാഷേ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു മാർക്ക് ഒന്ന് എന്താ ഇതിൽ തെറ്റെന്നൊന്ന് പറഞ്ഞു തന്നാൽ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ തെറ്റെന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഒന്ന് പറഞ്ഞു തരുമോ മാഷേ? ഒന്ന് പറഞ്ഞു തരുമോ? ഒന്ന് എടാ വിദ്യാർത്ഥിരാ, എന്താ നീ എഴുതി വെച്ചേക്കണേ? 4 മാർക്കിന് നീ 5 പേജാ എഴുതിയേക്കണേ. 6 മാർക്കിനോ ചിരിമ്പോരെ. പിന്നെ 1 മാർക്കിന് എന്തിനാ അത്രയൊക്കെ എഴുതി വെച്ചിരിക്കണേ? ആദ്യം നീ പഠിക്കേണ്ടത് എങ്ങനെ എഴുതണമെന്നുള്ളതാ. മനസ്സിലായോ? 4 മാർക്കിന് എത്ര എഴുതണം? 2 മാർക്കിന് എത്ര എഴുതണം? 1 മാർക്കിന് എന്ത് എഴുതണം? 6 മാർക്കിന് എത്ര എഴുതണം? പിന്നെ 1.5 മണിക്കൂറിനുള്ളിൽ എങ്ങനെ പരീക്ഷ എഴുതി തീർക്കണം? ഇതൊക്കെ ആദ്യം പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്. പിന്നെ 4 മാർക്കിൻ്റെ ചോദ്യത്തിന് 4 മാർക്കല്ലാതെ 10 മാർക്ക് തരാൻ പറ്റുമോ? എനിക്ക് വിദ്യാർത്ഥിരാ, കിട്ടിയ മാർക്കും കൊണ്ട് പോവാ. പ്രിയപ്പെട്ട കുട്ടികളെ, നേരത്തെ നിങ്ങളൊരു വീഡിയോ കണ്ടു കാണും അല്ലേ? ആ കുട്ടി ആകെ അസ്വസ്ഥനാണ് അല്ലേ? വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മ തല്ലും, അച്ഛൻ തല്ലും. ഒരുപാട് എഴുതിയിട്ടുണ്ട്. 1 കിലോ പേപ്പറിൽ അവൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ മാർക്ക് കുറവാണത്രേ. എന്തായിരിക്കാം കാരണം? എന്തായിരിക്കാം? അധ്യാപകൻ പറഞ്ഞതന്നെ അതിൻ്റെ റീസൺ. എങ്ങനെ പരീക്ഷ എഴുതണം എന്നുള്ളത് ഇന്നും നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നിട്ടാ, 1.5 മണിക്കൂറേ ഉള്ളൂ എന്നൊരു പേര് പറയും. മണിക്കൂറിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ തടിയെ തപ്പാൻ നോക്കും. എന്താ കാരണം? 1.5 മണിക്കൂർ കൊണ്ട് എഴുതാൻ 40 മാർക്ക് കൊണ്ട് എഴുതി തീരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് 1.5 മണിക്കൂറിനുള്ളിൽ എഴുതി തീർക്കാവുന്ന ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത് മുഴുവനും. പക്ഷെ നമുക്കെന്താ പറ്റുന്നതെന്നറിയോ? അതെന്താണ് എന്നും അതിന് പരിഹാരം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് കേട്ടോ. എങ്ങനെയാണ് ഓരോ മാർക്കിനും നമുക്ക് എത്ര എഴുതണം എന്നൊരു ധാരണ ഉണ്ടാക്കിയേ പറ്റൂ അല്ലേ? എങ്ങനെയാണ് ആ ധാരണ ഉണ്ടാക്കാൻ കഴിയുക? ആ ധാരണ എന്താണ്? 1 മാർക്കിന് നമ്മൾ എത്ര എഴുതണം? 2 മാർക്കിന് നമ്മൾ എത്ര എഴുതണം? അതുപോലെ 4ഉം 6ഉം മാർക്കുകൾക്ക് നമ്മൾ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, എത്രയാണ് എഴുതേണ്ടത്, ഇതൊക്കെ ചർച്ച ചെയ്യുന്ന വീഡിയോ ആണിത്. മക്കളെല്ലാവരും കാണണം. എല്ലാവർക്കും ഉപകാരപ്രദമാവുന്നതാണ്. എൻ്റെ വിന്നേഴ്സിലെ മക്കൾക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ കാണിച്ചിട്ട് അവർക്കൊക്കെ 1.5 മണിക്കൂറിനുള്ളിൽ എഴുതാൻ കഴിയുന്ന വിധത്തിൽ നമ്മളാൽ കഴിയുന്ന സഹായം നമുക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ ഓർത്ത് വെക്കണം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കല്ലേ? എത്ര എഴുതണം മലയാളം? അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. നോക്കൂ നിങ്ങൾ, 1 മാർക്കിന് എത്ര എഴുതണം? പലപ്പോഴും നമുക്കറിയാം 1 മാർക്കിന് ഒരു പാരഗ്രാഫൊക്കെ എഴുതി വെക്കുന്ന ആളുകളുണ്ട് അല്ലേ? 1 മാർക്കിന് 1 വാക്കാണ് അവരുദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളോട് പറയുകയാണ്, പ്രലോഭനം എന്ന കവിത എഴുതിയത് ആര്? അങ്ങനെ ഒരു ചോദ്യം വരില്ല. എഴുതിയത് ആര് എന്നൊക്കെ ഉള്ളത് 7ാം ക്ലാസ്സിലെ ചോദ്യമാണ്, 10ാം ക്ലാസ്സിൽ വരില്ല. അങ്ങനെ ചോദിച്ചു എന്ന് വെക്കുക. നിങ്ങൾക്ക് ഓപ്ഷൻ തരും. 1 ഉണ്ണായി വാര്യർ, 2 എഴുത്തച്ഛൻ, 3 കുഞ്ചൻ നമ്പ്യാർ, 4 കുമാരനാശാൻ തന്നോ. അതിൽ നമ്മൾ ഒന്നാമത്തെ അല്ലേ ഉണ്ണായി വാര്യരാണ് എഴുതിയതെന്ന് നമുക്ക് ഉറപ്പാണ്. അതാണ് അതിൻ്റെ ഉത്തരം. എന്നിട്ട് ആ ഉത്തരം പലപ്പോഴും പലരും എഴുതി വെക്കുന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇത് മാത്രം ഉണ്ണായി വാര്യർ എന്ന് മാത്രം എഴുതിയാൽ മതി.
എന്ത് ചെയ്തു, നളചരിതം എന്ന കഥ എഴുതിയിരിക്കുന്നത് ഉണ്ണായി വാര്യർ എന്ന പ്രഗത്ഭനായ കവിയാണ്. അദ്ദേഹം ഒരു കവിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നീട്ടി വലിച്ച് എഴുതി വെക്കും. ആവശ്യമേ ഇല്ല കേട്ടോ. എന്താണോ ഉത്തരം അത് മാത്രം എഴുതിയാൽ മതി. 1 മാർക്കിന് ഒരു വാക്കാണ്, ചിലപ്പോൾ ഒരു സെൻറ്റൻസും വരാം, ഒരു വാക്യം തരാം അല്ലേ, ഒരു വാക്യമോ ഒരു വാക്കോ. അതാണ് 1 മാർക്കിന് നമ്മൾ ചെയ്യേണ്ടത്. 1 മാർക്കിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സെൻറ്റൻസിൽ കൂടുതൽ എഴുതുകയേ ചെയ്യരുത്. ക്ലിയർ ആണോ? ഇനി ആ കുട്ടിയുടെ അവസ്ഥ നിങ്ങൾക്കുണ്ടാവുമോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? 2 മാർക്കിൻ്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കൾ ഓർത്ത് വെക്കുക, എന്താണ് ചെയ്യേണ്ടത്? 2 മാർക്കിന് 2 സെൻറ്റൻസ് ആണ് എഴുതേണ്ടത്. 2 സെൻറ്റൻസ് ആണ് എഴുതേണ്ടത് അല്ലേ? അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഓരോ ചോദ്യവും അതിൻ്റെ ഉത്തരം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇപ്പോൾ ഒരു ഉദാഹരണം വേണ്ടി നമുക്ക് പറയാം. നിങ്ങൾ ഉദാഹരണത്തിന് അമ്മത്തൊട്ടിൽ എന്നൊരു കവിതയുണ്ട് പഠിക്കാം അല്ലേ? അമ്മത്തൊട്ടിൽ എന്ന, അല്ലെങ്കിൽ ഓണമുറ്റത്തെന്നൊരു കവിത. അതിപ്പം മലയാളം ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ കുട്ടികൾക്കൊക്കെ, അതായത് അറബിയുള്ള കുട്ടികൾക്കാണെങ്കിൽ സെക്കൻഡ് ഉണ്ടല്ലോ. ഓണമുറ്റത്ത് എന്ന കവിതയിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, മലനാട്ടിലെ കാറ്റിൻ്റെ സവിശേഷത എന്താണ്? ഉത്തരം എന്താണ്? മലനാട്ടിലടിക്കുന്ന വായുവിന് മധുരവും ഉദാരവുമായ ഭാവമുണ്ട്. ഒരു സെൻറ്റൻസ്. അത് മഞ്ഞാൽ ഈറനണിഞ്ഞ പരിശുദ്ധമായ ഭാവമാണ്. 2 സെൻറ്റൻസ്. കണ്ടോ നിങ്ങൾ? 2 സെൻറ്റൻസ് എഴുതിയാൽ മതി. 2 വാക്യത്തിൽ കൂടുതൽ നിങ്ങൾ 2 മാർക്കിന് എഴുതേണ്ട ആവശ്യമില്ല. 2 മാർക്കിന് പോയിട്ട് ഇത് ചോദിച്ചിരിക്കുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ വിട എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ ഓണമുറ്റത്തെന്ന കവിതയിൽ നിന്നാണ്. ഇതൊന്നും 2 മാർക്കിന് എഴുതണ്ട. 2 സെൻറ്റൻസ് എഴുതി വെച്ചാൽ മതി. അതേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ 2 മാർക്കിന് 2 സെൻറ്റൻസ് എഴുതിയാൽ മതി. മനസ്സിലായ മക്കൾക്ക്? ഇനി നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, 4 മാർക്കിന് നിങ്ങൾ നോക്കൂ, ഇതൊരു ആൻസർ പേപ്പറാണെന്ന് കരുതുക. നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്, അരപ്പുറത്തിൽ കവിയാതെ എഴുതുക. അരപ്പുറം എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു പേപ്പറിൻ്റെ ഒരു ഭാഗമാണ്. ഒരു പുറം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരു പുറം, ഈ ഒരു ഭാഗമാണ് ഒരു പേപ്പറിൻ്റെ, അതിൻ്റെ നേർപകുതി അരപ്പുറം. അപ്പോൾ അരപ്പുറം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം എഴുതിയാൽ മതി, അരപ്പുറത്തിൽ എഴുതിയാൽ മതി. അല്ലാതെ അതായത് 4-ന് 4 മാർക്കിൻ്റെ പണി എടുത്താൽ മതി മക്കളെ. നിങ്ങൾ 40 മാർക്കിൻ്റെ പണി 4 മാർക്കിൻ്റെ തന്നെ എടുക്കണ്ട. 4 മാർക്കിന് ഇത്ര എഴുതിയാൽ മതി എന്ന് പറഞ്ഞെങ്കിൽ അത്രേ. ഇനിയൊരു പക്ഷേ നിങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ടറിയാം, അല്പം കൂടി നീട്ട മാക്സിമം ഒരു 3/4 പുറം, അതിനപ്പുറത്തേക്ക് പോവുകയേ ചെയ്യരുത്. ഒന്നാമത്തെ പ്രശ്നം എന്താ പറയുക മക്കളെ, ഉത്തരം നിങ്ങൾക്കറിയാം, ഭാഷയും നിങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വാരി വലിച്ചങ്ങ് എഴുതും. ആവശ്യമില്ല. ചോദ്യത്തോട് നീതി പുലർത്തുന്ന ഉത്തരം മാത്രം മതി. ചോദ്യത്തോട് നീതി പുലർത്തുന്ന ഉത്തരം മാത്രം മതി. മനസ്സിലായോ മക്കൾക്ക്? നമ്മൾ ഒരുപാട് എഴുതിയത് കൊണ്ട് കാര്യമില്ല. ഉദാഹരണത്തിന് ഞാനൊരു പറയാം. ഓണമുറ്റത്ത് അല്ല അമ്മത്തൊട്ടിൽ എന്ന കവിതയിൽ അവതരിപ്പിക്കുന്ന മകൻ എവിടെയൊക്കെയാണ് അമ്മയെ ഉപേക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ആ ശ്രമങ്ങൾക്ക് മകന് തിരിച്ചടി എങ്ങനെയാണ് ലഭിച്ചത്? ഇങ്ങനെ ചോദ്യമുണ്ടെന്ന് കരുതുക. അപ്പോൾ റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിൽ എന്ന കവിതയിൽ ഒരു മകൻ അമ്മയെ ഉപേക്ഷിക്കുന്നതാണ് പ്രതിപാദ്യം. അമ്മയെ ആദ്യം ഉപേക്ഷിക്കാൻ വേണ്ടി തെരുവാണ് മകൻ തിരഞ്ഞെടുത്തത്. കാരണം തെരുവിൽ ആളൊഴിഞ്ഞ തെരുവായിരുന്നു. പെരുമാളുമുള്ള ആ തെരുവിൽ അമ്മയെ ഉപേക്ഷിക്കാനുള്ള എല്ലാ സാഹചര്യവും മകനുണ്ടായിരുന്നു.
എന്നാൽ പെറ്റുകിടക്കുന്ന തെരുവ് പട്ടി തൻ്റെ മക്കളെ സംരക്ഷിക്കാനുള്ള പടയോട്ടത്തിനിടയിൽ അല്ലെങ്കിൽ മക്കളെ സംരക്ഷിക്കാനുള്ള ചെറുത്തുനിൽപ്പിനിടയിൽ അമ്മയ്ക്ക് മകനെ ഉപേക്ഷിക്കാനുള്ള ദൗത്യം ഉപേക്ഷിക്കേണ്ടി വരുന്നു. പിന്നീട് അമ്മയെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഒരു ജില്ലാ ആശുപത്രിക്കരികിലാണ്. അവിടെയും അമ്മയെ ഉപേക്ഷിക്കാനുള്ള ഭൗതിക സാഹചര്യം മകനുണ്ട്. പക്ഷേ കുട്ടിക്കാലത്ത് മകനെയും കൊണ്ട് അമ്മ ഓടിക്കിതച്ച ആശുപത്രി പടികൾ കയറി ഇറങ്ങുന്ന ചിന്തകൾ മകൻ്റെ ഉള്ളിലുണ്ടാകുന്നു. അതൊരു സൂചിപ്രയോഗം പോലെ അവനെ വേദനിപ്പിക്കുന്നു. അവിടെ നിന്നും പതുക്കെ അവൻ അമ്മയെ ഉപേക്ഷിക്കാതെ പോകുന്നു. പിന്നീടെത്തുന്നത് ഒരു സ്കൂൾ മുറ്റത്താണ്. പണ്ട് കുട്ടിക്കാലത്ത് താൻ ഓടിക്കളിച്ച മുറ്റത്തെ ഇരുട്ട് കണ്ണുപൊത്തി കളിക്കുന്നുണ്ടെങ്കിലും അവിടെ അമ്മയെ ഉപേക്ഷിക്കാൻ മകൻ്റെ ഓർമ്മകൾ അനുവദിക്കുന്നില്ല. അവിടെ കുട്ടിക്കാലത്ത് തന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടതും അല്ലാത്തതുമായ ചിന്തകൾ മകനെ വേട്ടയാടുന്നു. പിന്നീട് അമ്പലത്തിലാണ് അമ്മയെ കൊണ്ടിറക്കാൻ ശ്രമിച്ചത്. അവിടെ ദൈവം പോലും അശാന്തനായി പുറത്തിറങ്ങുന്നു. ഇങ്ങനെ ഇത്രയും സ്ഥലത്താണ് അമ്മയെ ഉപേക്ഷിക്കാനുള്ള ശ്രമം നടത്തിയത്. ആ ശ്രമങ്ങൾ എങ്ങനെയൊക്കെയാണ് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ കൊണ്ട് തടസ്സപ്പെടുന്നുണ്ട്. ഇത്രയും മതി ഉത്തരം. 4 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചാൽ 4 മാർക്കിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതുക. ക്ലിയർ ആണോ മക്കളെ? ഇനി അവൻ എഴുതി വെച്ചതുപോലെ 5 പേജ് എഴുതി വെക്കുമോ 4 മാർക്കിന്? ഒരുപാട് എഴുതി വെക്കുന്നതൊന്നും നിങ്ങളുടെ പേപ്പർ നോക്കുന്നവന് ഇംപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്രഷൻ കിട്ടില്ല കേട്ടോ. ഒരുപാട് എഴുതി വെച്ചാലൊന്നും ഇംപ്രഷൻ കിട്ടില്ല. തന്നിരിക്കുന്ന ചോദ്യത്തെ എത്ര മനോഹരമാക്കി അതിൻ്റെ പോയിന്റുകൾ ഉൾപ്പെടുത്തി നിങ്ങൾ എഴുതി എന്നുള്ളതാണ് ഒരു അധ്യാപകൻ നോക്കുക. ഒരു ചോദ്യത്തെ ആ ചോദ്യത്തെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് കൃത്യമായ പോയിന്റോട് കൂടിയുള്ള ഉത്തരമുണ്ടോ എന്നതാണ് അധ്യാപകൻ നോക്കുന്നത്. അല്ലാതെ ഒരുപാട് എഴുതി വെച്ച അധ്യാപകനെ ഒന്ന് ഇംപ്രസ് ചെയ്ത് കളയാമെന്ന് കരുതുന്ന വെറുതെ തോന്നുന്നതാണ്. മനസ്സിലായോ? ഇനി 6 മാർക്കിന് എത്ര എഴുതണം? 6 മാർക്കിന് നമ്മൾ ഒരു പുറമാണല്ലേ ഇങ്ങനെയുള്ള ഒരു ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെ കണ്ട മക്കളെ, ഇവിടെ നിന്ന് ഇവിടെ വരെ മാത്രം മക്കൾ എഴുതേണ്ടത്. അത്ര വേണ്ട. ഒരു പുറത്തിൽ കവിയാതെ ഉപന്യസിക്കുക. അതിലൊരു 3 ഉപന്യാസമാണ് 3 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. 3 പാരഗ്രാഫാക്കി തിരിച്ചെഴുതണം. അതിനുള്ളിൽ പോയിന്റ് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് ഒരുപാട് എഴുതണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു 1/4 പുറം കൂടെ 1/4 പുറമാക്കിക്കോ. അതിലപ്പുറം എഴുതണ്ട. ആ ഒരു ലെവല് പിടിച്ച് നിങ്ങൾ പോയാൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 15 മിനിറ്റ് നിങ്ങൾക്ക് എഴുതിയത് മുഴുവൻ വായിച്ചു നോക്കാനുമായിട്ടുള്ള സമയമുണ്ടാകും. ഒരിക്കൽ പോലും സമയം കിട്ടാതെ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, മാർക്ക് കുറയില്ല. പിന്നെ ഒരു കാര്യം മക്കൾ മനസ്സിലാക്കേണ്ടതാ, 4 മാർക്കിൻ്റെ ചോദ്യത്തിൽ 4 മാർക്കിന് അപ്പുറത്തേക്ക് ഒരു അര മാർക്ക് പോലും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ആ ചോദ്യത്തിന് അർഹതപ്പെട്ട മാർക്ക് 4ആണ്. അതുപോലെ 6 മാർക്കിന് 6 മാർക്കേ കിട്ടൂ. നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടുന്നതിന് എന്തിനാണ് നിങ്ങൾ ഇത്രമാത്രം എഴുതി വെക്കുന്നത്? അപ്പോൾ അതൊരു വലിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എപ്പോൾ പരീക്ഷ എഴുതുമ്പോഴും എങ്ങനെ എഴുതണം എന്നുള്ളത് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ഞാൻ ഓരോ പാഠത്തിനും 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 4 മാർക്ക് 6 മാർക്കിൻ്റെയും ഒക്കെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോൾ മക്കൾക്ക് ക്ലിയറായി മനസ്സിലായോ? ഓക്കെ ആണോ? റെഡി അല്ലേ? ഓക്കെ മക്കളെ. അപ്പം മറന്നു പോകരുത്, നേരത്തെ നമ്മൾ കണ്ട വീഡിയോയിലെ കുഞ്ഞിൻ്റെ അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത്. എങ്ങനെ എഴുതണം, എത്ര എഴുതണം എന്നത് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കുക. ഏകദേശം ഒരു ധാരണ എൻ്റെ കുഞ്ഞുങ്ങൾക്കായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓർത്ത് വെക്കണം, ഇതൊക്കെയാണ് ഓരോ മാർക്കിൻ്റെയും ചോദ്യമായി എഴുതേണ്ടത്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ആസ്വാദനം എങ്ങനെ എഴുതണം, അങ്ങനെ ഓരോന്നും എങ്ങനെ എഴുതണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആയി നമുക്കടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബായ്.